ഹായ് അസ്സലാമു അലൈക്കും. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് പച്ചരി കൊണ്ട് വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന പലഹാരത്തിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ എങ്ങനെ ഇത് ചെയ്തെടുക്കാൻ നോക്കാം. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് നിങ്ങൾ കാണുന്നെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇപ്പോൾ പലഹാരം തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു ഗ്ലാസ് പച്ചരിയാണ്. സാധാ പച്ചരി നമ്മൾ റേഷൻ കടയിൽ നിന്നൊക്കെ കിട്ടുന്ന ആ ഒരു പച്ചരിയില്ലേ, അതാണ് ഇപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇനി അതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ കഴുകിയതിൻ്റെ ശേഷം ഒരു 4 മണിക്കൂറോളം നമുക്ക് വെള്ളത്തിൽ കുതിർത്താനായിട്ട് വെക്കണം. അപ്പോൾ അത് ആ പച്ചരിയൊക്കെ നല്ലപോലെ കുതിർന്നതിന് ശേഷം കഴുകി വെള്ളമൊക്കെ കളഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒരു ഗ്ലാസ് പച്ചരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു പ്രാവശ്യം തന്നെ അടിച്ചെടുക്കാനുള്ളതുള്ളൂ. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 1/2 ഗ്ലാസ് ചോറാണ്. അപ്പോൾ നമ്മൾ ഏത് ഗ്ലാസ്സിനാണോ അല്ലെങ്കിൽ ഏത് കപ്പിനാണോ പച്ചരി എടുത്തിട്ടുള്ളത് അതിൻ്റെ നേർപകുതി നമ്മൾ ചോറ് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 3/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇതിലേക്ക് ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒട്ടും തരികളില്ലാതെ നല്ല ഫൈനായിട്ട് അരച്ചെടുക്കുക. അപ്പോൾ നമ്മൾ നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് നമ്മൾ 3/4 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി കൂടുതൽ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല, അത് നമുക്ക് കറക്റ്റായിരിക്കും. ഇനി ഒരു മാവ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, പെട്ടെന്ന് തന്നെ ഇത് ചുട്ടെടുക്കാം. ഇതാണ് മാവിൻ്റെ ഒരു കൺസിസ്റ്റൻസി, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഇനി നമുക്ക് പലഹാരം തയ്യാറാക്കാം. അതിനുവേണ്ടി ഒരു പാത്രത്തിൽ നല്ലപോലെ എണ്ണ ചൂടാകാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ലപോലെ എണ്ണ ചൂടായിട്ട് നമ്മൾ മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഓരോ തവി മാവ് ഈ എണ്ണയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. മാവ് ഒഴിച്ചു കൊടുത്ത് 2-3 സെക്കൻഡ് ആകുമ്പോൾ തന്നെ നല്ലപോലെ പൊങ്ങി വരും. നമ്മുടെ മാവിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി അല്ലെങ്കിൽ അതിൻ്റെ ആ വെള്ളത്തിൻ്റെ ഒരു അളവ് കറക്റ്റ് ആണെങ്കിൽ നമുക്ക് ഇതുപോലെ പൊങ്ങി കിട്ടുള്ളൂ. ഒരു ഭാഗം ആയിക്കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കുക. പെട്ടെന്ന് ഇതായി കിട്ടും കേട്ടോ. പിന്നെ കളറ് മാറേണ്ട ആവശ്യമില്ല, അതിൻ്റെ ആ ഒരു വെള്ള കളറ് നഷ്ടപ്പെടാതെ നോക്കണം കേട്ടോ. അപ്പോഴും നല്ലൊരു ടേസ്റ്റ് കിട്ടുള്ളൂ. ഇനി അടുത്തത് നമുക്കിതാ ഇതുപോലെ തന്നെ ചുട്ടെടുക്കാം. കണ്ടോ, കാണുമ്പോൾ തന്നെ അറിയാം നമ്മൾ മാവ് ഒഴിച്ചു കൊടുത്ത് കുറച്ച് കഴിയുമ്പോൾ തന്നെ നല്ലപോലെ പൊങ്ങി വരുന്നുണ്ട്. ഈ ഒരു പലഹാരം തയ്യാറാക്കാനായിട്ട് നമുക്ക് കൂടുതൽ ടൈം എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. പെട്ടെന്ന് തയ്യാറായി കിട്ടും. നമുക്ക് ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ഒക്കെ ഒന്ന് ചുട്ടെടുക്കാം. അപ്പോൾ നമ്മുടെ പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. പച്ചരി വെച്ചിട്ട് വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു പലഹാരമാണ്. ചിക്കൻ കറിയുടെ, ബീഫ് കറിയുടെ, ഏത് കറിയുടെ കൂടെ വേണമെങ്കിലും നമുക്ക് കഴിക്കാം കേട്ടോ. നല്ല ടേസ്റ്റിയാണ്. ഈ ഒരു പലഹാരത്തിൻ്റെ ഉൾവശമൊക്കെ നല്ല സോഫ്റ്റാണ്. നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.